ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ചാവക്കാടാണ്. ചാവക്കാട് ബീച്ചിലാണുള്ളത്. ചാവക്കാട് പുത്തൻകട. അപ്പോൾ നമ്മളവിടെ എത്തിയിരിക്കുന്നത് വേലിയേറ്റത്തിൻ്റെ സമയത്താണ്. ഒരുപാട് ഇവിടെ എതിരുകൾ കയറി വേലിയേറ്റത്തിൻ്റെ സമയത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വെള്ളം കയറി വരുമ്പോഴാണ് പാലം കാണാൻ ബീച്ചിനെ പുത്തൻകടപ്പുറം എന്നാണ് സാധാരണ രീതിയിൽ പറയുക. ചാവക്കാട് ഒരുപാട് ബീച്ചുകൾ വേറെയും ഉണ്ട് കേട്ടോ. ഇനി കാണുമ്പോൾ എൻ്റെ നാട്ടിലെ കാഴ്ചകളാണ്. കാട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. വെള്ളം ഒരു ചെറിയ തോട് വഴി ഇങ്ങനെ ചാടി അവസാനം പുഴയ്ക്ക് പോകും. അതിൽ താഴ്ചയൊന്നും ഇല്ലാത്തൊരു കുണ്ടാണിത്. രണ്ട് സൈഡും കഴുങ്ങൊക്കെ കെട്ടി നല്ല രീതിയിൽ തന്നെ ഭംഗിയിൽ കാണാം. പന്നികളുടെ ശല്യമുള്ളത് കൊണ്ടാണ് രണ്ട് സൈഡും ഇങ്ങനെ കെട്ടിയിട്ട് വെച്ചിരിക്കുന്നത്. കാട്ടിൽ നല്ല വെള്ളം തന്നെയാണ് ഇതും. 2 ദിവസമായി അതിശക്തമായ മഴയെ തുടർന്ന് ഇപ്പോൾ വെള്ളം ഇതൊരു നെല്ലിമരമാണ് കേട്ടോ. പാടത്തേക്കായി നിൽക്കുന്ന ഒരു നെല്ലിമരമാണ്. പാടത്തൊക്കെ അത്യാവശ്യം വെള്ളമായി. ഞാൻ അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു അപൂർവം പൂവ് കണ്ടു. സാധാരണ രീതിയിൽ ഇലകൾ പച്ചയാണ്, പക്ഷേ ഈ പൂവിൻ്റെ ഇലകൾ വെള്ള, പൂവ് ചുവപ്പ്. അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കാം. പൂവിൻ്റെ പേരും ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല. പുല്ലൊക്കെ പൊന്തി നല്ല പച്ചപ്പായി കാണാൻ നല്ല ഭംഗിയിലായി. വെള്ളം അവിടെ ഇവിടെയൊക്കെ തടം കെട്ടി നിൽക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പാടത്തൊക്കെ ഒരു അത്യാവശ്യം വെള്ളം തന്നെയായി. 2 സൈഡിൻ്റെയും ഓപ്പോസിറ്റ് റോഡാണ്. ഇത് നേരത്തെ കണ്ട നമ്മൾ നെല്ലിമരം തന്നെയാണ്. ഇത് കാട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അതിശക്തമായ മഴ 2 ദിവസത്തെ തുടർന്ന് ഒലിച്ചു വരുന്ന വെള്ളം തന്നെയാണ്. ഇതും പുഴയ്ക്ക് തന്നെയാണ് സംഗമിക്കുന്നത് ഈ വെള്ളം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അങ്ങനെ പോകുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലൊരു സ്റ്റാർ ഫ്രൂട്ട് നിൽക്കണുണ്ടോ. അപ്പോൾ അതും നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ പാടം സൈഡിലുള്ള വീടുകളാണ് കേട്ടോ. മരം മങ്കോട്ട ദേവാലയം, ഷുഗറിനുള്ളൊരു മരുന്ന്.